ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് സിദ്ദീഖ് പുത്തഞ്ചാലിൽ. കാലികമായ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിനാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പത്രത്തിലെല്ലാവരും വായിച്ചു, ഒരാൾ ഒരു ഇരട്ട കൊലപാതകം നടത്തിയത്. അയാൾ അവരുടെ ബന്ധുവിനെ മുമ്പും കൊല ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിലെ 3 വ്യക്തികളെ കൊല ചെയ്തു. ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് നമ്മൾ മാധ്യമങ്ങൾ മുഖാന്തരം വായിച്ചറിഞ്ഞു. മന്ത്രവാദി പറഞ്ഞതനുസരിച്ചുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്. മനുഷ്യൻ്റെ മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള വിശേഷബുദ്ധിയെ മറികടക്കുന്ന രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ ലോകത്ത് നടമാടുകയും മൃഗീയമായ ചെയ്തികളിലേക്ക് മനുഷ്യർ പോവുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ അന്ധവിശ്വാസം. എന്താണ് അന്ധവിശ്വാസം? ദൈവവിശ്വാസം പോലും അന്ധവിശ്വാസമാണെന്ന് വാദിക്കുന്നവരുണ്ട്. അതൊരു വശം. ഇത്തരം സംഭവങ്ങൾ ആദ്യമായല്ല നമ്മൾ കേൾക്കുന്നത്. നിത്യേന എന്നോണം പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും മന്ത്രവാദം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെ നമ്മൾ വായിച്ച് അറിയുന്നതാണ്. മിക്ക മതസ്ഥരും ഇത്തരം അബദ്ധങ്ങളിൽ ചെന്നപ്പെടാറുണ്ട്. മതവിശ്വാസങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന ചില കാര്യങ്ങളാണ് മന്ത്രവാദം, കുട്ടിച്ചാത്തൻ, ജിന്ന്. ഈ ജിന്നിൻ്റെ പരിപാടി മുസ്ലിം സമുദായത്തിലുള്ള ആളുകളാണ് കൂടുതലും ചെയ്യുന്നത്. അവർ ജിന്നിനെ ഉപയോഗിച്ച് ഒരു തരത്തിലുള്ള മന്ത്രവാദം നടത്തുന്നു. പക്ഷെ ഇസ്ലാമിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഭാവി കാര്യങ്ങളെ മുൻകൂട്ടി അറിയുക, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, അഭൗതികമായ പരിഹാരം കാണുക, ഇത്തരം കാര്യങ്ങൾ ഇസ്ലാമിൽ വളരെ നിരോധിച്ചിട്ടുള്ളതാണ്. അതിൽ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ജ്യോത്സ്യം തീരെ നോക്കാൻ പാടില്ല. അതുപോലെ തന്നെ മഷിനോട്ടം, കവടി നിരത്ത്, ഇത്തരം സംഗതികൾ ഒന്നും തന്നെ, കൈനോട്ടം, മഷിനോട്ടം, പിന്നെ മുഖലക്ഷണം സൈക്കോളജിക്കലായിട്ടുള്ള മുഖലക്ഷണമല്ല. ഇത്തരം ഈ ജ്യോതിഷം പോലെയുള്ള അല്ലെങ്കിൽ കൈരേഖ പോലെയുള്ള ഒരു മുഖലക്ഷണ ശാസ്ത്രം നടക്കുന്നുണ്ട്. പല്ലിശാസ്ത്രം, ഇതുപോലെ നിരവധി ശാസ്ത്രങ്ങൾ. ശാസ്ത്രം എന്ന് പറയുന്നതേ തെറ്റാണ്. ഇത്തരം സംഗതികളെ ഇസ്ലാം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ മുസ്ലിം സമുദായത്തിൽ പലരും ജിന്നുകളെ ഉപയോഗിച്ച് ചില ഇത്തരം ആവാഹിക്കൽ പരിപാടികൾ അല്ലെങ്കിൽ ചാത്തൻ സേവ പോലെയുള്ള പരിപാടികൾ ഒക്കെ നടത്തി വരുന്നു അല്ലെങ്കിൽ നടന്നു വരുന്നുണ്ട്. ഹിന്ദു സമുദായത്തിൽ പ്രബലമായ ഒരു സംഗതിയാണ് ഈ ചാത്തൻ സേവ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇനി ഒരടിസ്ഥാനവുമില്ല, ജിന്നും ചാത്തനും ഒന്നും ഇല്ല, അതൊക്കെ വെറും സങ്കല്പമാണെന്ന് പറഞ്ഞാൽ അതിന് എത്രമാത്രം ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ലഭിക്കും? കാരണം ഇതിന് പോകുന്നവർക്ക്, ഇത്തരം സംഗതികൾക്ക് പോകുന്നവർക്ക് കുറച്ച് റിസൾട്ട് കിട്ടുന്നുണ്ട്. അത് വാസ്തവമാണ്. അത് കിട്ടില്ല എന്ന് ഇസ്ലാമും പറയുന്നില്ല. പക്ഷെ അത്തരം ദൈവവിധിയെ മറികടക്കാനുള്ള ശ്രമങ്ങളെയാണ് ഇസ്ലാം നിരോധിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇത്തരം ഇഫക്റ്റ് ഉണ്ടാകുന്നു? അതായത് ഖുറാനിൽ വളരെ വ്യക്തമായി പറയുന്ന സംഗതിയാണ് ജിന്നുകളെ കുറിച്ചുള്ളത്. ഈ ജിന്നുകളുടെ ഒരു വകഭേദമാണ് ഈ ചാത്തൻ എന്നൊക്കെ പറയുന്ന, നമ്മുടെ നാട്ടിൽ പറയുന്ന സംഗതികൾ. അതായത് മനുഷ്യവർഗത്തിന് സമാന്തരമായി ഭൂതവർഗം എന്നൊരു വർഗമുണ്ട്. അത് പ്രേതമോ മറ്റൊന്നുമല്ല.
അത് വാസ്തവമാണ്. അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഖുർആനിലെ ചില ആയത്തുകളുണ്ട്, പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു ജീവിവർഗം, അതായത് അവർ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണെന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. നമുക്ക് നേരിട്ട് അങ്ങനെ കാണാൻ കഴിയില്ല. എന്നാൽ ഈ വർഗത്തിനെ, അത് മനുഷ്യവർഗത്തിന് സമാന്തരമായ ഒരു വർഗമാണ്. അതിലുണ്ട് നല്ല ആളുകളും ചീത്ത ആളുകളും. ദൈവത്തിനെ പിൻപറ്റുന്ന ആളുകളെ, ശരിയായ രീതിയിൽ ദൈവത്തെ പിൻപറ്റുന്ന മനുഷ്യരെ നമ്മൾ നല്ല മനുഷ്യരെന്ന് പറയുന്നു. പിശാചിനെ പിൻപറ്റുന്നവരാണ് ചീത്ത മനുഷ്യർ എന്നുള്ളതാണ് പൊതു വ്യവസ്ഥ അല്ലെങ്കിൽ ധാരണ. അതുപോലെ തന്നെ ഈ ചീത്ത, ദുഷിച്ച, പൈശാചികമായ ജിന്നുകളും ഉണ്ട്, നല്ല ജിന്നുകളുമുണ്ട്. ഈ പൈശാചികതയുള്ള അല്ലെങ്കിൽ ദുഷിച്ച മോഹങ്ങളുള്ള ജിന്നുകളെ ചില പ്രത്യേക മന്ത്രങ്ങളും അല്ലെങ്കിൽ അവർക്കുള്ള ചില സേവകളും ഒക്കെ ചെയ്ത് വരുതിയിലാക്കി അവരെ കൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന രീതി തന്നെയാണ് ഈ ചാത്തൻ സേവ എന്നും പറയുന്നത്. ഇതിൻ്റെ ഒരു അറബി വേർഷനാണ് ഈ ജിന്നാതിരിയത്ത് അല്ലെങ്കിൽ ജിന്ന സേവ എന്നൊക്കെ പറയുന്നത്. ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെ, രണ്ട് വ്യത്യസ്ത മതങ്ങളിലുള്ളവർ വ്യത്യസ്ത പേരുകളിൽ പറയുന്നു എന്ന് മാത്രം. അപ്പം ഇങ്ങനൊരു വർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഖുർആനികമായി തീർച്ചയായും ഉണ്ട്. അത് ഈ പല സ്ഥലങ്ങളിലും ഖുർആനിൽ ഇതിനെക്കുറിച്ച് റെഫറൻസുകളുണ്ട്. 27-ാം അധ്യായം നംല് അഥവാ ഉറുമ്പ് എന്ന് പറയുന്ന 27-ാം അധ്യായത്തിൽ വളരെ പ്രബലമായ ഒരു ചരിത്രം പറയുന്നുണ്ട്. അത് വിശദമായി ആ ആയത്ത് നോക്കിക്കോളൂ. ഒരു രാജ്ഞിയുടെ സിംഹാസനം പ്രബലനായ ഒരു ജിന്ന് സുലൈമാൻ നബി അഥവാ സോളമൻ ചക്രവർത്തിക്ക് എത്തിക്കുന്ന ഒരു ചരിത്രമാണത്. 27-ാം അധ്യായം സൂറത്തുൽ നംല്. അതുപോലെ ജിന്ന് എന്ന പേരിൽ തന്നെ ഒരു അധ്യായമുണ്ട്. ജിന്നിന് മാത്രമായി ജിന്ന് എന്ന പേരിൽ തന്നെ ഒരു അധ്യായമുണ്ട്, 72-ാം അധ്യായം ജിന്ന്, സൂറത്തുൽ ജിന്ന്. അപ്പോൾ ഈ ഖുർആൻ വ്യക്തമായി പരിശോധിച്ചാൽ ഇങ്ങനെ ഒരു വർഗമുണ്ട് എന്നുള്ളത് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്തരം ജീവിവർഗങ്ങളെ സ്വാധീനിച്ച് ആവാഹിച്ച് ചൊൽപ്പടിക്ക് കൊണ്ടുവന്ന് ചെയ്യുന്ന ചില സ്വാർത്ഥപരമായ പ്രവൃത്തികൾക്കാണ് ഈ ചാത്തൻ സേവ, ജിന്നാതിരിയത്ത് മുതലായ പേരുകളിൽ പറയപ്പെടുന്നത്. അപ്പോൾ അതിന് സമൂഹത്തിൽ കുറേ സ്ഥാനം അല്ലെങ്കിൽ കുറേ സംഗതികൾ, കുറേ പ്രതിഭാസങ്ങൾ, അതിൽ ശരിയായി കുറച്ചൊക്കെ എഫക്റ്റുകൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. അതിപ്പോൾ ജ്യോത്സ്യത്തിൽ പോയാലും കുറേ കാര്യങ്ങൾ ശരിയാവും. അത് ഇസ്ലാം ഒരിക്കലും അതൊന്നും 100% തെറ്റാകുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ദൈവത്തിൻ്റെ വിധിയെ മറികടക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് എല്ലാത്തരം നേരത്തെ പറഞ്ഞ എല്ലാത്തരം ഈ കപടശാസ്ത്രങ്ങളെയും ഇസ്ലാം നിരോധിക്കുന്നത്. അപ്പോൾ ഈ മന്ത്രവാദത്തിൻ്റെ പുറകിലും ഇത്തരം ചില സംഗതികളുണ്ട്. ചില ആക്ഷൻസ് അല്ലെങ്കിൽ ചില റിസൾട്ടുകൾ ഇത്തരം ആളുകൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊരു പൈശാചിക പ്രേരണയാണ്. നമ്മൾക്കൊരിക്കലും ഒരു നന്നായിട്ട് ജ്യോത്സ്യം പഠിച്ചാൽ 50% കാര്യങ്ങൾ വരെ ഒരുപക്ഷെ ശരിയായേക്കാം, അല്ലെങ്കിൽ കുറേ എങ്കിലും ശരിയായേക്കാം. പക്ഷേ അത് നമ്മളുടെ ഒരു മനഃശാസ്ത്രം അതിൽ തെറ്റിപ്പോകുന്ന കാര്യങ്ങളുടെ പിന്നാലെ ഒരിക്കലും നമ്മൾ പോവുകയില്ല. ഏതെങ്കിലും ഒരു കാര്യം ശരിയായി ഒരു ജ്യോത്സ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് പിന്നെ അതുമ്മ ചുറ്റിപ്പറ്റിയായിരിക്കും നിൽക്കുക. അപ്പം ഇവിടെ ഈ കൊലപാതകം നടന്ന ഈ വിഷയത്തിൽ ഒരു മന്ത്രവാദി പറയുകയാണ്, മുടി നീട്ടി വളർത്തിയ ഒരു അയൽവാസിയാണ് ഈ കൊലപാതകിയുടെ ഭാര്യ പിണങ്ങി പോകാൻ കാരണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാളത് പൂർണ്ണമായും വിശ്വസിച്ച് അയൽപക്കത്തുള്ള സ്ത്രീയെ കൊന്നു. പിന്നീട് ഇപ്പോൾ അവരുടെ ഭർത്താവിനെയും അമ്മയെയുമാണ് ഇപ്പോൾ കൊന്നിട്ടുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ പൈശാചികമായ രീതിയിലേക്ക്, പ്രേരണയിലേക്ക് കൊണ്ടുപോകുന്ന പൈശാചിക ഇത്തരം ഭൂതവർഗത്തിൻ്റെ സ്വാധീനമാണ് ഇതിനൊക്കെ കാരണം. അത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു യാഥാർത്ഥ്യം. നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, അങ്ങനെ ഇല്ല എന്ന് പറയാം. പക്ഷെ ഇത്രയധികം ആളുകൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. അതിൽ അല്പം ചില കാര്യങ്ങൾ ശരിയാകുമ്പോൾ അതിൻ്റെ പിന്നാലെ ചുറ്റിപ്പറ്റി പോകുന്ന, അല്ലെങ്കിൽ അതിലേക്ക് നമ്മുടെ മനസ്സ് പൂർണ്ണമായും തളച്ചിടപ്പെടുന്ന
ഒരു അവസ്ഥ കൊണ്ടാണ് മനുഷ്യർ തീർച്ചയായും ഇങ്ങനെ വഴിതെറ്റി പോകുന്നത്. അതിൻ്റെ അവസാനം ഇതുപോലെയുള്ള ഒരു കൊലപാതകമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പൈശാചിക പ്രവൃത്തിയിൽ അത് ചെന്ന് അവസാനിക്കും. അപ്പോഴാണ് ഇങ്ങനെ ജയിലോ അല്ലെങ്കിൽ കൊലക്കയറോ ഒക്കെ ആയി അതിൻ്റെ അവസാനം ഉണ്ടാകുന്നത്. അത് തുടക്കത്തിൽ നമ്മൾ ഉപദേശിച്ചാൽ ഒരു പക്ഷേ അവർ ചെവിക്കൊള്ളണമെന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരുതരം പൈശാചിക പ്രേരണയാണ് ഇത്തരം മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് പിന്നിലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു ദൈവിക അനുഗ്രഹം വന്നു ചേർന്നില്ലെങ്കിൽ ഈ പൈശാചിക പ്രവണതയുടെ പിന്നാലെ അവർ പോവുകയും അതിൻ്റെ അവസാനം ഇങ്ങനെ കൊലപാതകമോ ജയിലുമൊക്കെ ആയി അവസാനിക്കുക തന്നെ ചെയ്യും. അപ്പം ഞാൻ ചില കാര്യങ്ങൾ പൊതുവിൽ ആളുകൾ ഉപയോഗിക്കുന്ന ജ്യോതിഷം പോലെയുള്ള കാര്യങ്ങൾ പരാമർശിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിനെയും അതിൻ്റെ വില കുറച്ച് കാണാനൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ സംഗതി ഈ ഒരുതരം പ്രത്യേക ജീവിവർഗം ജിന്ന് അല്ലെങ്കിൽ മറ്റേ കുട്ടിച്ചാത്തൻ പോലെയൊക്കെയുള്ള ഒരു ഭൂതവർഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടിയാണ് ഈ ഇത്തരം കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കുന്നത്. അതിന് ഒരിക്കലും 100% ശരിയാവുകയില്ല എന്ന് പറയുന്നതിനും ഖുർആനിൽ അടിസ്ഥാനമുണ്ട്. അതെന്തുകൊണ്ടാണെന്നെങ്കിൽ ഈ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നു, ഈ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ പ്രധാനമായും 3 തരത്തിലാണ്. മൃഗങ്ങൾ അങ്ങനെയുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യർ അല്ലെങ്കിൽ അതിനോട് സാദൃശ്യമായ ഒന്ന് മലക്കുകൾ, അതായത് മാലാഖമാർ എന്ന് നമ്മൾ പറയുന്നത്. അവരുടെ പ്രത്യേകത ദൈവത്തിൻ്റെ ആജ്ഞയ്ക്ക് വിരുദ്ധമായി ഒന്നും അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അവർ പ്രവർത്തിക്കുകയുമില്ല, അവർക്ക് സാധിക്കുകയുമില്ല. അവരുടെ സൃഷ്ടിപ്പിലുള്ള പ്രത്യേകത അതാണ്. അതേസമയം ജിന്നുകളിലും മനുഷ്യരിലും നേരത്തെ പറഞ്ഞ പോലെ നല്ലവരും ചീത്തവരും ഉണ്ടാകുന്നു. അപ്പോൾ ഇവര് ദൈവിക സന്ദേശങ്ങൾ പ്രവാചകന്മാരിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ച ചുമതലകൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന മാലാഖമാർ അല്ലെങ്കിൽ മലക്കുകളുടെ ചുമതല. പ്രവാചകന്മാർക്കൊക്കെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നത് അവരാണെന്ന് ഖുറാനിൽ വളരെ ഖുറാനിൽ മാത്രമല്ല ബൈബിളിലും തോറയിലും ഒക്കെ അത് റെഫറൻസുകളുണ്ട്. ഞാനത് ആധികാരികമായി എനിക്ക് പറയാവുന്നത് ഖുർആൻ ആയതുകൊണ്ടാണ് കൂടുതൽ അത് റെഫർ ചെയ്ത് പറയുന്നത്. മാലാഖമാരും അത്തരം കാര്യങ്ങളുമൊക്കെ ഖുർആനിലും ബൈബിളിലും തോറയിലും ഒക്കെ ഉണ്ട്. ഹിന്ദു വേദഗ്രന്ഥങ്ങളിലും അത്തരം ചില സന്ദേശവാഹകരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിഷയം ഈ മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്നത് ജിന്നുകളിൽപ്പെട്ട ചില ഈ ചീത്ത വിഭാഗങ്ങൾ ഒളിച്ചു നിന്ന് കേൾക്കാൻ ഒരു ശ്രമം നടത്തുന്നു. അതാണ് ഖുർആനിൽ പറയുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ഒരു പരിധി വരെ അത് സാധിക്കും. അതായത് ആകാശ ലോകത്തിൻ്റെ ഒരു പരിധി വരെ മാത്രമേ ഈ ജിന്ന് വർഗത്തിന് അല്ലെങ്കിൽ ഈ ചാത്തൻ വർഗത്തിന് അല്ലെങ്കിൽ ഇത്തരം വർഗത്തിന് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ നിന്ന് മലക്കുകൾ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് കേൾക്കാൻ കഴിയും. ഈ കിട്ടുന്ന വിവരമാണ് അവരെ ആവാഹിച്ചു വച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഇവരെത്തിച്ചു കൊടുക്കുന്നത്. അതാരോ ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ളതായിക്കോ, ഹിന്ദുവോ മുസ്ലിമോ അല്ലെങ്കിൽ മറ്റേ ജ്യോതിഷയോ അല്ലെങ്കിൽ മറ്റേ മഷിനോട്ടോ ആരോ ആയിക്കോട്ടെ, ഇവർക്ക് ഈ വിവരങ്ങൾ ഇവരാണ് എത്തിച്ചു കൊടുക്കുന്നത്. ആ വിവരങ്ങൾ ശരിയുമായിരിക്കും. പക്ഷെ അവിടെയുള്ളൊരു പ്രശ്നം, ആകാശലോകത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലം വരെ, ഒരു പ്രത്യേക ഏരിയ വരെ ഇവർക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ അവരെ അതൊരു ആലങ്കാരിക ഭാഷയാണ്, എറിഞ്ഞോടിക്കും എന്നുള്ളത്. അവരെ അവിടെ നിന്ന് അകറ്റും. അപ്പോൾ ഭാഗികമായ അതിൽ മനുഷ്യരുടെ ഭാവി സംബന്ധിച്ചും അല്ലെങ്കിൽ അവരുടെ മനുഷ്യരെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവികമായ ദൈവം ഏൽപ്പിച്ച ചുമതലകളുടെ അടിസ്ഥാനത്തിൽ ഈ മാലാഖമാരും മലക്കുകൾ സംസാരിക്കുന്നത്, ആ വിവരങ്ങളുടെ ഒരു ഭാഗമാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പം അത് ഒരിക്കലും പൂർണ്ണമാവുകയില്ല. പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഈ ഭാഗികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ അടുത്ത് ഇവരെ ആവാഹിച്ചു വച്ചിരിക്കുന്ന ആളുകൾ ചിലർക്ക് ഭാവിയായിട്ടോ അല്ലെങ്കിൽ മറ്റൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം സംഗതികളിലൊന്നും തന്നെ പൂർണ്ണമായ ശരി ഒരിക്കലും ഉണ്ടാവുകയില്ല. ഖുർആൻ പ്രകാരം അത് അസാധ്യമാണ്.
ഏതെങ്കിലും ഒരാളുടെ ജാതകം അല്ലെങ്കിൽ ജ്യോതിഷം കൃത്യമായി 100% ശരിയായി വന്നു എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതേ സമയത്ത് കുറേ കാര്യങ്ങൾ ശരിയാവും. അപ്പോൾ ഇങ്ങനെ ഒരു പാരലായിട്ടുള്ള സമാന്തരമായിട്ടുള്ള ഒരു ജീവിവർഗത്തിനെ ആവാഹിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളാണ് ഈ മന്ത്രവാദം എന്നിത്യാദി പറഞ്ഞപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ പുറകെ പോയുള്ള അനുഭവമാണ് നേരത്തെ പറഞ്ഞത്. ഭാഗികമായ വിവരങ്ങൾ, ആ ഭാഗികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പൈശാചിക പ്രേരണകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം തൊലഞ്ഞു പോകുന്നതിലേക്കായിരിക്കും എത്തിപ്പെടുക. അപ്പോൾ ബോധവും വിവരവും ഉള്ളവർ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് ആധികാരികമായിട്ട് പറയുന്നത് ഖുർആൻ ആണ്. ഖുർആനിൽ ഉള്ള ഇത്തരം പരാമർശങ്ങൾ അധ്യായം 27ഉം 72ഉം പ്രത്യേകമായി അതിൽ പറയുന്നുണ്ട്. ഈ അധ്യായങ്ങൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ജിന്നുകളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്, അവരുടെ സാധ്യതകളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അത് മറ്റു വേദഗ്രന്ഥങ്ങളിലും ഉണ്ടാകാം. അപ്പോൾ അത് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി ഇത്തരം മ്ലേച്ഛ പ്രവൃത്തികളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നുള്ള അഭ്യർത്ഥനയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.